ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ ലോകത്ത് മനുഷ്യർക്ക് സംസ്കാരത്തോടുകൂടെ ജീവിക്കാൻ, മൃഗസമാനതകളിൽ നിന്നും വ്യത്യസ്തനാവാൻ മനുഷ്യന് നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു വലിയ ഘടകമാണ് അറിവ് എന്നുള്ളത്. അറിവിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ലോകത്ത് ധാരാളമാണ്. മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ആഹാരം പോലെ തന്നെ അനിവാര്യമായി തന്നെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് അറിവിൻ്റെ മേഖലകൾ എന്നുള്ളത്. ഇത് ലോകം മുഴുവൻ ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. പരമജ്ഞാനിയായ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു വിശേഷണം അല്ലാം എന്നാണ്, അലീം എന്നാണ്. അള്ളാഹു ഇൽമ് ആണ്. അങ്ങനെയുള്ള അള്ളാഹു ഇറക്കിത്തന്ന വിജ്ഞാനം അല്പം മാത്രമാണ്. ഈ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിത്തന്നത് ആ വിജ്ഞാനം അതൊരല്പം മാത്രം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ അല്പത്തിൽ തന്നെ മനുഷ്യൻ എത്രയോ അല്പത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ജ്ഞാനത്തിന്റെ ഗോപുരങ്ങൾ കീഴടക്കുക എന്നത് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ശ്രമകരമായ ഭാഗമായി തന്നെ കാണണം. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തുകളിലൂടെ ഈ വസ്തുത നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. വയസ്അലൂനക അനി റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ആത്മാവിനെ കുറിച്ച്, റൂഹിനെ കുറിച്ച്, മനുഷ്യന് ഇതുവരെ പിടികിട്ടാത്ത ആ പ്രതിഭാസത്തെ കുറിച്ച് ചോദിച്ചു വരുന്ന ഒരു ഘട്ടം. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽപ്പെട്ടതാണ് റൂഹ് എന്നുള്ളത്. അവിടെ തന്നെ നിഗൂഢമായി കിടക്കുന്ന ഒരു അറിവിന്റെ മേഖലയെ പറയാണ്. ആത്മാവിനെ കുറിച്ച്, ജീവനെ കുറിച്ച്, റൂഹിനെ കുറിച്ച് മനുഷ്യൻ തേടി വരുമ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ഇൽമിന്റെ പരമ ലക്ഷ്യത്തിൽ ആത്മാവിനെ കുറിച്ചുള്ളതായ അറിവുകൾ അവിടെ ആ ഒരു ഏരിയയിൽ മാത്രം, അള്ളാഹുവുമായി ബന്ധപ്പെട്ട് വരുന്നിടത്ത് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കാം. ഇൽമ് എന്നത് വളരെ അല്പം മാത്രം ആ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ നിഗൂഢമായി കിടക്കുന്ന ശാസ്ത്രം ഇനിയും കീഴടക്കാത്ത ഒരുപാട് മേഖലകൾ മനുഷ്യന്റെ മുന്നിൽ ഉണ്ടെന്നും അതിന്റെ എല്ലാം വാതായനങ്ങൾ തുറന്ന് മനുഷ്യൻ ജ്ഞാനത്തിന് വേണ്ടിയുള്ള സഞ്ചാരത്തിൽ അവസാനം എത്തിപ്പെടുന്നത് അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തിലാണെന്നും ഈ ആയത്ത് സൂചിപ്പിക്കുകയാണ്. വിജ്ഞാനത്തിൽ ഭൗതികമെന്നും ആത്മീയമെന്നും രണ്ടായി തരംതിരിച്ചു പറയപ്പെടുന്നത് തുടങ്ങിയത് ഈ സമീപകാലത്ത്. അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭൗതിക ജ്ഞാനം, ആത്മീയ ജ്ഞാനം എന്ന് പറഞ്ഞ് അറിവിനെ രണ്ടായി തരംതിരിച്ച് കാണുന്നത് ഈ സമീപകാലം മുതൽക്കാണ്. അതിന്റെ പശ്ചാത്തലം നമ്മുടെ സൗകര്യങ്ങളുടെ പിന്നാലെ നാം പോയപ്പോ നാം അറിയാതെ സ്വാർത്ഥരായി മാറിയെന്നതാണ്. അള്ളാഹുവും റസൂലും ഒരിക്കലും അറിവിനെ രണ്ടായി പറഞ്ഞിട്ടില്ല. ഭൗതികമെന്നും ആത്മീയമെന്നും രണ്ടായി പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ ശൗചാലയത്തിലേക്ക് പോകുമ്പോ അവന്റെ പാദുകം ധരിക്കണം, അവൻ തല മറയ്ക്കണം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളുടെ അധ്യാപനമാണ്, പരിശുദ്ധ ഹദീസാണ്. ഒരു മതബോധം എന്നത് ആ ഒരു ഉപയോഗത്തിലും ആ ഒരു ശീലത്തിലും, അതായത് പാദരക്ഷ ധരിക്കുക, തലമറയ്ക്കുക പോലെയുള്ള ശീലത്തിലേക്ക് ഒരു മതബോധം മനുഷ്യനെ നിർബന്ധിക്കുമ്പോൾ അവിടെ ഒരു വലിയ നിഗൂഢമായി കിടക്കുന്ന ഒരു അറിവുണ്ട്. ആധുനികന്റെ ഭാഷയെ പറഞ്ഞാൽ ബാക്ടീരിയകളും മറ്റു രോഗാണുക്കളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് രോമകൂപങ്ങൾ വികസിക്കുമ്പോൾ, മലമൂത്ര വിസർജന നേരത്തെ രോമകൂപങ്ങൾ വികസിക്കുമ്പോൾ ശിരസിലൂടെ അടക്കം, ശിരസ് വഴിയും രോഗാണുക്കൾ ശരീരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പാദരക്ഷയും തലമറയ്ക്കലുമൊക്കെ
ഒരു ഭൗതിക ചിന്തയിൽ ഒരു മനുഷ്യനെ ബോധവൽക്കരണം നടത്താണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഒരു ലക്ഷ്യത്തിലാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ ആ ഭാഗത്തേക്ക് വരുന്നോടത്ത് അതിനെ ആത്മീയമെന്ന് പറഞ്ഞ് മാറ്റി നിർത്താണ്. എന്താണ് അതിന്റെ കാര്യം? അള്ളാഹുവിനെ കണ്ടെത്തലാണ് ഏതൊരു അറിവിന്റെയും പിന്നിലുള്ളത്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, വെള്ളം എന്ന് പറയുന്ന നാം നിത്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ പദാർത്ഥത്തിന്റെ രാസഘടന തന്നെ നോക്കൂ. H2O ആണ്. ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1. വിറക് കത്തുന്ന പോലെ കത്തുന്ന ഹൈഡ്രജനും പെട്രോൾ കത്തുന്ന പോലെ കത്താൻ സഹായിക്കുന്ന ഓക്സിജനും. സത്യത്തിൽ ഇത് രണ്ടും സംഗമിക്കുമ്പോൾ ഒരു വലിയ ആളിക്കത്തൽ പ്രതീക്ഷിക്കുന്നോടത്ത് ആളിക്കത്തുന്നതിന് അണച്ചു കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജലം ജന്മമെടുക്കാണ്. ഈ രണ്ട് ആറ്റങ്ങളുടെ ഇടയിൽ, ആ മൂലകങ്ങളുടെ ഇടയിലുള്ളതായ ഒരു കെമിസ്ട്രി, അതാണ് അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യനെത്തിക്കാം. പാരമ്പര്യമായി ഈശ്വര നിഷേധിയായിരുന്ന അലൻ സ്ക്യൂ പീറ്റർ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ ഒരു ദൈവവിശ്വാസിയായത് ഈ ഒരു ഘടനയെ, ജലത്തിന്റെ രാസഘടനയെ കുറിച്ച് ആലോചിച്ചപ്പോഴാണെന്ന് ആധുനികർ എഴുതി വച്ചിരിക്കുന്നു. അത്രത്തോളം ഏതൊരു ജ്ഞാനത്തിന്റെയും അറ്റത്തേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ അവിടെ അള്ളാഹുവിനെ കാണാൻ നമ്മൾ നിർബന്ധിതനായി മാറുകയാണ്. ഈ അവസ്ഥയെ ഏതൊരു ജ്ഞാനത്തിലും നമുക്ക് കാണാൻ കഴിയും. പിന്നെന്തിനാ ഇതിനെ ഭൗതികമെന്നും ആത്മീയമെന്നും നമ്മൾ വേർതിരിച്ചത്? ഒരു യഥാർത്ഥ ജ്ഞാനി നിർബന്ധിതനായി തീരാണ്. അവന്റെ ജ്ഞാന സഞ്ചാരത്തിൽ അവൻ അള്ളാഹനെ കണ്ടെത്താൻ നിർബന്ധിതനായി തീരാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പരിമിതപ്പെട്ടു പോവാണ്. അതിലേക്ക് എത്തുന്നില്ല, നമ്മൾ പരിമിതപ്പെട്ടു പോവാണ്. നമ്മൾ നേട്ടങ്ങളുടെ പിന്നാലെ മാത്രം. ഒരു കോഴ്സ് ഒരു വിദ്യാർത്ഥി പഠിച്ചു പൂർത്തീകരിക്കാൻ ആ കോഴ്സിന് ശേഷമുള്ള ഒരു വരുമാനം ലക്ഷ്യമാക്കിയിട്ടാണ്. അങ്ങനെയാണ് ഇന്നത്തെ ജ്ഞാന സമ്പാദ്യങ്ങൾ മുഴുവൻ. അങ്ങനെയാണ് ഒരാളൊരു കോഴ്സ് പഠിക്കുമ്പോൾ, ഒരു വിദ്യാർത്ഥി ഒരു മേഖല തെരഞ്ഞെടുക്കുമ്പോൾ അതിലൂടെ ഫ്യൂച്ചറിൽ എത്രമാത്രം പണം സമ്പാദിക്കാൻ കഴിയുമെന്ന ജോലി സാധ്യത കൂടി മനുഷ്യൻ പരിഗണിക്കുമ്പോൾ, നേട്ടങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യൻ താല്പര്യങ്ങൾക്ക് മുന്നിൽ സ്വാർത്ഥനായി മാറിയപ്പോൾ മതബോധത്തെ വേഗത്തിൽ ഓർമ്മപ്പെടുത്തുന്ന അറിവിനെ ആത്മീയമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഒരു രണ്ടാം തരം. എന്നാൽ പരിശുദ്ധമായ ഖുർആനും ഹദീസും പറഞ്ഞ അത്തരം അറിവുകളിലേക്ക്, ഒരു പുതിയ രീതിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന അറിവിനെ ഭൗതികം എന്നും, അതിലൂടെ ഒരു ജോലി സാധ്യത, ഒരു വരുമാന മാർഗത്തിന്റെ പ്രതീക്ഷ, ഇതൊക്കെയായി മനുഷ്യൻ രണ്ടായി തിരിച്ചപ്പോ അടിസ്ഥാനപരമായി ഇത് രണ്ടും ഒന്നിലേക്കാണ് എത്തിപ്പെടേണ്ടത് എന്ന ഒരു ബോധം മനുഷ്യൻ മറന്നുപോയിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിലാണ് ഏതൊരു ജ്ഞാനവും അവസാനം ചെന്ന് ചേരുന്നത്. അതിന്റെ ദിശയും ലക്ഷ്യവും അങ്ങോട്ട് തന്നെയാണ്. ഇത് എന്റെ വക പറഞ്ഞതല്ല. ലോകത്ത് വന്നുപോയ ഒരുപാട് ആളുകൾ ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവിന്റെ ഗോപുരമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും ദുആ ചെയ്തത് ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ, റളിയല്ലാഹു അൻഹ. മഹാനായ ഇമാം ഇബ്നു അസാകിർ തങ്ങൾ അദ്ദേഹത്തിന്റെ ഹില്യയിലും മറ്റുമൊക്കെ രേഖപ്പെടുത്തുന്നതായി കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ നബിയുടെ ഒരു പതിവായുള്ള ഒരു പ്രാർത്ഥന, ഇദാ അതാ അലയ്യ യൗമുൻ ലാ അസ്ദാദ് ഫീഹി ഇൽമ യുഖർരിബുനി ഇലല്ലാഹ് ഫലാ ബൂരിക ലി ഫീ തുലൂഇ ശംസ് ദാലികൽ യൗം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ പ്രഭാതവും അവിടത്തേക്ക് എത്തുമ്പോ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഇദാ അതാ അലയ്യ യൗമുൻ ലാ അസ്ദാദ് ഫീഹി ഇൽമ. ലാ എന്നത് അറബി വ്യാകരണം അനുസരിച്ച് സായിദയാണ്, അധികം പറഞ്ഞതാണ്. ഓരോ പ്രഭാതവും എന്നിലെത്തുമ്പോൾ, ഓരോ ദിവസവും എന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവസത്തിൽ ഞാൻ അള്ളാഹുവോട് ഇൽമ് ചോദിച്ചിട്ടല്ലാതെ ഇല്ലെന്ന. എന്തിനാണ് ഇൽമ്? ആ ഇൽമ് യുഖർരിബുനി ഇലല്ലാഹ്, ഇൽമിന്റെ ലക്ഷ്യമായ അള്ളാഹുവിലേക്ക് എന്നെ ആ അറിവ് എത്തിക്കും. അങ്ങനത്തെ അറിവാ ഞാൻ അള്ളാഹുവോട് ചോദിക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അറിവിന്റെ ലക്ഷ്യം അള്ളാഹുവാണ്. അവിടേക്ക് എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അറിവിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്ന കലാലയങ്ങളുടെയൊക്കെ സമാരംഭ ദിശയിലൊക്കെ ഈ ഒരു ബോധം ഒരല്പമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവൽ എപ്പോഴും നല്ലതാണ്. ഏതൊരു വിദ്യാഭ്യാസത്തിനും അള്ളാഹുവിന്റെ ദീൻ പ്രോത്സാഹനമേ തന്നിട്ടുള്ളൂ, ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല.
എന്തിനാ ഈ പ്രപഞ്ചം തന്നെ പഠിച്ചത്? ഭൗതികമായ ഒരു ചുറ്റുപാടിനെ പറഞ്ഞിട്ട് പറയുന്നു അതേക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ അള്ളാഹുലേക്ക് എത്തുന്ന ഖുർആൻ അത് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ നാം കാണുന്ന ഭൗതികമായ ചുറ്റുപാടുകളെ അള്ളാഹു അവതരിപ്പിച്ചിട്ട് പറയാ ഇതൊക്കെ നിങ്ങൾ അറിയണം, ഇതൊക്കെ പഠിക്കണം, അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിത്ലഹുൻ യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ശൈഇൻ ഇൽമാ. ആരാണ് അല്ലാഹ്? അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. ആരാണ് അല്ലാഹ്? അല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർളി മിത്ലഹുൻ. 7 ആകാശങ്ങളെ പടച്ചവനാവൻ, ഭൂമിയെ 7 തട്ടുകളായി നിർണയിച്ചവനാവൻ. 7 ഫലകങ്ങളാവാം, തട്ടുകളാവാം, 7 ആവാം. അതായത് ഒരു ജോഗ്രഫിക്കൽ തത്വങ്ങൾ മുന്നിൽ വെച്ചിട്ട്, ഭൗതികമായ ചുറ്റുപാടുകളെ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഭൂമിശാസ്ത്രത്തെ കുറിച്ചുള്ള ഒരു വലിയ ആലോചന വിപ്ലവത്തിന്റെ തിരിക്ക് തീ കൊളുത്തിയിട്ട് അള്ളാഹു ഇതെല്ലാം പറഞ്ഞിട്ട് പറയാ യതനസ്സലുൽ അംറു ബൈനഹുൻ. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ഇത് നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നു. ആകാശവും ഭൂമിയും ഭൗതിക ചുറ്റുപാടുകളും പറഞ്ഞിട്ട് പറയാണ് ലിതഅലമൂ. എന്തിനു വേണ്ടിയാണ് ഇതിന്റെയൊക്കെ സൃഷ്ടിപ്പെന്നറിയോ? ലിതഅലമൂ, നിങ്ങൾ അറിവ് തേടാൻ വേണ്ടി. ഏതറിവ്? ഏത് അറിവായാലും അറിവ് തേടി തേടി അതിന്റെ അറ്റം എത്തണേ. അന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളയാണെന്ന ബോധത്തിൽ, എല്ലാം അള്ളാഹുടെ കഴിവിലാണ് എന്ന ബോധത്തിൽ നിങ്ങൾ അറിവുള്ളവരാവാൻ വേണ്ടിയ ഒരു ഭൗതിക ചുറ്റുപാടിനെ പറഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആൻ. ഇത് തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഈ ആശയങ്ങളോടൊപ്പം തന്നെയല്ലേ ഭൗതികർ ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന ആധുനിക സയൻസിന്റെ ഏറ്റവും വലിയ രത്ന തുടിപ്പ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ പോലും അദ്ദേഹത്തിന്റെ ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ് എന്ന് പറയുന്ന പുസ്തകം ഗൂഗിളിൽ നമുക്ക് കിട്ടും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാടും അനുഭവവും അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട്. നിലപാടും അനുഭവവും ഒരാത്മീയതയെ മാറ്റി നിർത്തിയിട്ട് എവിടൊക്കെ നമ്മൾ പായുന്നത്? എത്ര ലക്ഷക്കണക്കിന് രൂപയാ ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ രക്ഷിതാക്കൾ പൊടിക്കുന്നത്. എന്നിട്ടോ സംസ്കാരങ്ങളുണ്ടോ? സംസ്കാരം ഇല്ലല്ലോ. അള്ളാഹുവിനെ കണ്ടെത്താൻ അറിവുകളിൽ സാധ്യമല്ലാതെ പോരുന്നിടത്ത സംസ്കാരം കിട്ടാതെ വരുന്നത്. ഈശ്വരനായ അള്ളാഹു, I maintain that the cosmic religious feeling is the strongest and noblest incitement to the scientific research എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നിലപാട്, ഒരു ബ്രഹ്മാണ്ഡ അനുഭൂതി, എവിടെയോ ഏതോ ഒരു ശക്തി ഇതിനെല്ലാം നിയന്ത്രിക്കുന്നു എന്നൊരു തോന്നൽ. ആ തോന്നലാണ് അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും പ്രേരണയും പ്രചോദനവും കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം കണ്ടെത്തിയ കണ്ടെത്തലുകളുടെ പിന്നിൽ ഒരു ഇലാഹി സ്പർശം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. കണ്ടംപററി ഹാസ് സെഡ് നോട്ട് അഡ്ജസ്റ്റ്ലി. സമകാലികനായ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും നീതിപൂർവം പറഞ്ഞ പലതിനെയും അദ്ദേഹം ഓർത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ശാസ്ത്രീയ കാര്യങ്ങളെ കണ്ടെത്തിയവർ, അവർ മിക്കവാറും the serious scientific workers are the only profoundly religious people. മതവിശ്വാസികളായിരുന്ന ആളുകളാണ് വലിയ വലിയ കണ്ടെത്തലുകളെ ലോകത്തിന് സമ്മാനിച്ചത്. ഭൗതികതയെ മാത്രം പറയുന്നിടത്ത് ഇത്തരം തത്വങ്ങളും ഇത്തരത്തിലുള്ള പ്രസ്താവനകളും നിലപാടുകളും നമ്മളിൽ മാറ്റമുണ്ടാക്കണം. ഒരറിവിനെയും ചെറുതായി കാണരുതെന്ന് പറഞ്ഞത് ഖുർആൻ. ഒരറിവും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ
നികൃഷ്ട വസ്തു എന്ന് പറഞ്ഞും നജസ് എന്ന് പറഞ്ഞും മാറ്റി നിർത്തപ്പെടുന്നതിൽ ഏറ്റവും ഗൗരവകരത്തിൽ മാറ്റി നിർത്തുന്നതാണ് നായ എന്നുള്ളത്. നായയെ ഇസ്ലാം നജസ് എന്ന തലത്തിൽ മാറ്റി നിർത്തുമ്പോൾ നായ സ്വർഗത്തിൽ പോയിട്ടുണ്ട് എന്ന് പറയുവാനും പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനങ്ങളുണ്ട് കേട്ടോ. മഹാന്മാരായ സുഹൈബുൽ കഹ്ഫിന്റെ കൂടെയുള്ള അവരുടെ സഹസഞ്ചാരിയായി ഒരു നായയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഒരു നായ എന്ന തലത്തിലാണെങ്കിലും അവഗണിക്കാൻ പാടില്ല. അറിവാണോ, അറിവിനെ മാനിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. വേട്ടയ്ക്ക് പോയി വേട്ട മൃഗത്തെ പിടിക്കാനുള്ള ഒരു നായയുടെ കായികമായ അറിവിനെ, നായയാണെങ്കിലും ഒരു മനുഷ്യനല്ലത്, ഒരു നായ ആണെങ്കിലും വേട്ടമൃഗത്തെ കയ്യിലൊതുക്കാൻ അത് കാണിക്കുന്ന സാഹസികമായ കാര്യങ്ങളുടെ അറിവ് അത് മാനിക്കണമെന്നാണ്. യസ്അലൂനക മാദാ ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലകുമുത് ത്വയ്യിബാതു വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്. വേട്ടമൃഗമായ നായ വേട്ടയാടിക്കൊണ്ടുവരുന്നത്, അത് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ ആ വേട്ടമൃഗത്തിൽ നിങ്ങൾക്ക് ഭക്ഷണമാക്കാവുന്നതാണ്, അതിനെ പരിഗണിക്കാവുന്നതാണ്. ഫകുലൂ മിമ്മാ അംസക്നാ അലൈക്കും വദ്കുറു സ്മല്ലാഹി അലൈഹി. വേട്ട നിയമങ്ങൾ പറയുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ പോലും വേട്ടയാടാൻ കൊണ്ടുപോകുന്ന നായയുടെ ആ കാര്യത്തിലുള്ള കായികമായ ബോധത്തെ മാനിക്കണം, ആ അറിവിനെ മാനിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാ മേഖലകളും, പ്രവാചക നിയോഗങ്ങൾ പോലും, ആസ്ട്രോണമിക്കലായ ജോഗ്രഫിക്കലായ അറിവുകൾ, ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളിൽ മഹാനായ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള, അതായത് BC 2000 ഉണ്ടായിട്ടുള്ള സാരമായ പഠനങ്ങൾ, ആ കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതികൾ കൃത്യമായി തന്നെ പരിഗണിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തൂഫാൻ ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ കഅബ ഷരീഫിന്റെ സ്ഥാനം പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം ഭൂമിയിലെ ഉന്മൂലനങ്ങളിൽ കഅബയുടെ ഒരു പുനഃസംവിധാനവും സംസ്ഥാപനവും ഒക്കെ ഇബ്രാഹിമി നിയോഗത്തിൽ അലൈഹിസ്സലാം അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ആ മഹാനായ മനുഷ്യനിൽ അള്ളാഹു തആല മഹാനവറുകൾക്ക് കഅബയുടെ സ്ഥാനം നിർണയിക്കാനുള്ള അറിവ് ഭൂമിശാസ്ത്രപരമായ മഹാൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അത് മഹാനവറുകൾ യഥേഷ്ടം പ്രയോഗിക്കുകയും ചെയ്തു. ചരിത്രമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. സൂറത്തുൽ ഹജ്ജ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഭൗതികമായ പരക്കം പാച്ചിലുകളിൽ ജ്ഞാനത്തിന്റെ ആത്മീയ കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവൽ നിർബന്ധമാണ്. പരിശുദ്ധമായ കഅബ ഷരീഫിന്റെ സ്ഥാനത്തെ മഹാനവറുകൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം വ്യക്തമാക്കി കൊടുത്തു. വഇദ് ബവ്വഅനാ ലിഇബ്രാഹിമ മകാനൽ ബൈത്ത്. ഒരു കഅബ എവിടെയും നിർമ്മിക്കലല്ല, കഅബയെ നിർമ്മിക്കാനുള്ള സ്ഥാന നിർണയത്തിൽ പോലും ഒരു ജ്ഞാനമുണ്ടായിരുന്നു. ഇത് BC 2000. ഒരുപാട് മഹാന്മാർ പ്രഗത്ഭർ ഭൂമിയുടെ രഹസ്യങ്ങൾ ചികഞ്ഞ് ചുഴിഞ്ഞ് അന്വേഷിച്ച കാലം അങ്ങനുണ്ട്. ജ്ഞാനം തേടിയുള്ള സാഹസികമായ യാത്ര, അത് ആ കാലഘട്ടത്തിൽ ചൈനയിൽ പോയിട്ടാണെങ്കിലും വേണമെന്ന മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹസികമായ യാത്രയായിരുന്നു ചൈനയിലേക്കുള്ള യാത്ര. ഇന്നത്തെ യാത്രാ യോഗ്യമായ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ അതിനുവേണ്ടി ഒരു മനുഷ്യൻ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തൽ നിർബന്ധം എന്ന് പരിശുദ്ധ റസൂൽ. ജ്ഞാനം എവിടെയാണെങ്കിൽ അങ്ങോട്ട് പോകണം. ഇമാം ബൈഹഖി ഇവിടുത്തെ ശുഅബിൽ പറയുന്നുണ്ട്. ഇമാം ബൈഹഖി
അവിടുത്തെ ശുഅബിലെ ഹദീസ് പറയുന്നുണ്ട്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ, ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ അറിവ് തേടണമെന്ന് പരിശുദ്ധ റസൂൽ. ഫഇന്ന ത്വലബൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും അറിവ് തേടിപ്പോവൽ നിർബന്ധം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവിന്റെ സഞ്ചാരം എത്ര ക്ലാസ് വരെ എന്ന് പറഞ്ഞിട്ടില്ല, ഏത് ബിരുദം വരെ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് പരിമിതി വച്ചതും കണ്ടതും നമ്മൾ തന്നെ. എവിടെ വരെ എന്ന് പറഞ്ഞില്ല. ഒരാള് ജ്ഞാനസഞ്ചാരത്തിൽ, ഇവിടെ ശ്രദ്ധിക്കണേ, ഒരാള് ജ്ഞാനസഞ്ചാരത്തിൽ സഞ്ചാരമധ്യേ മരിച്ചാൽ അവൻ ഷഹീദാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജ്ഞാനസഞ്ചാരത്തിൽ സഞ്ചാരമധ്യ ഒരാൾ മരണപ്പെട്ടാൽ അവൻ ഷഹീദാണ്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയെ പോലെയുള്ളവർ ഈ ഹദീസ് പറയുന്നുണ്ട്. മജ്മുഉസ് സവാഇദിൽ ഈ ഹദീസ് കാണാം. അതുപോലെ തന്നെ ജാമിഉസ് സഗീറിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു വഅബീ ദർ റളിയല്ലാഹു അൻഹുമാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജാഅൽ മൗത്ത് ലിത്വാലിബിൽ ഇൽമ, ഒരാൾ അറിവ് തേടി പോവാ, ഒരു വലിയ ഗവേഷകനാണ്. അല്ലാഹുവേ നിന്നെ എനിക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്റെ അറിവിൽ. അങ്ങനെ ആവണം. അത് എഞ്ചിനീയറിംഗിന് പഠിച്ചാലും MBBS പഠിച്ചാലും അത് MBA പഠിച്ചാലും റബ്ബേ നിന്നെ എനിക്ക് ബോധ്യപ്പെടണം, അതിനെനിക്ക് അറിവ് വേണം. അങ്ങനെ സഞ്ചാരമധ്യേ വഹുവ അലാ ഹാദിഹിൽ ഹാല മാത വഹുവ ഷഹീദ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ കണ്ടെത്താതെ എന്തിട്ട് സഞ്ചാരം? ഇൽമിന് വേണ്ടിയുള്ള സഞ്ചാരം. അള്ളാഹുവിനെ കണ്ടെത്തൽ എന്ന ലക്ഷ്യത്തിലാണെങ്കിൽ അതിൽ അവന് മരണം സംഭവിച്ചാൽ അവൻ ഷഹീദിന്റെ പദവിയിൽ എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കണം, ഒരുപാട് മഹാന്മാരായ സൂഫിയാക്കളുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവർ മുത്തഅല്ലിമായി ജീവിച്ചു. ചില മഹാന്മാരായ ഉസ്താദുമാരുടെ വർത്താനം തന്നെ അവർ പറയുന്നത് മുത്തഅല്ലിം എന്നാണ്. ഈ പാവപ്പെട്ട മുത്തഅല്ലിം എന്നാ പറയാം. അങ്ങനെയുണ്ട്. എനിക്കറിയാവുന്ന ഒരു മഹാനായ പണ്ഡിതൻ, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സൂഫിയായ മനുഷ്യൻ, എറണാകുളം ജില്ലയിൽ നിന്നും അദ്ദേഹം കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് നടന്നു തന്നെ പോകും. മിക്കവാറും വലിയ മഹല്ല്, പള്ളി, ദറസ് സ്ഥാപനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മുദർരിസിനെ കൊണ്ട് ഒരു പേജ് അദ്ദേഹം പരിശുദ്ധമായ 10 കിതാബ് ഓതി ഒന്ന് കേൾപ്പിക്കും. എന്നിട്ടോ അത് കേട്ടെടുത്ത് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, എന്നാലും അദ്ദേഹത്തിന്റെ ശിക്ഷണം സ്വീകരിക്കും. അങ്ങനെ പിന്നെയും യാത്രകൾ. അവസാനം അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ 10 കിതാബ് ഉണ്ടായിരുന്നു. അതായത് മരണം വരെ മുത്തഅല്ലിമാവാ, ഷഹീദിന്റെ പദവി എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അല്ലാഹു ഉള്ളിലില്ലാതെ യാത്ര ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ചാൾസ് റോബർട്ട് ഡാർവിനൊക്കെ അതിൽപ്പെട്ടതാണ്. അയാളൊക്കെ തികഞ്ഞ ഒരു പ്രകൃതിവാദിയായിരുന്നു. അയാള് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ നിരീശ്വരവാദിയായി അറിയപ്പെട്ട ആളാണ്. പരിണാമ സിദ്ധാന്തത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹം ചെയ്തിട്ടുള്ള യാത്രകൾ, ആ ഒരു പഠനം, സമുദ്ര സഞ്ചാരം തന്നെ അദ്ദേഹത്തിനെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കപ്പലിലും ബോട്ടിലുമായി ജലസഞ്ചാരത്തിൽ അദ്ദേഹം ഇരുന്ന ഇരിപ്പിടത്തിൽ കഴിച്ചുകൂട്ടിയ സമയത്തെ മണിക്കൂറുകൾ കൂട്ടി ദിവസമെന്നും, ദിവസത്തെ ആഴ്ചയെന്നും, ആഴ്ചയെ മാസമെന്നും, മാസത്തെ വർഷവുമായി ഒരാൾ കണക്ക് കൂട്ടിയാൽ ആ യാത്രകൾ 25 വർഷങ്ങളായി യാത്രക്കകത്ത് അദ്ദേഹം ഇരിപ്പിടത്തിൽ മാത്രം കഴിച്ചുകൂട്ടിയ സമയമെന്ന് ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ അയാൾ പോലും ഒരു ഈശ്വര വിശ്വാസി അല്ലാത്തത് കൊണ്ട്, ഒരു ഇലാഹി ചിന്തയില്ലാത്ത ആളായതുകൊണ്ട് ആ യാത്രയും സമയമൊക്കെ പാഴായി എന്ന് പറയാം. എന്നാൽ പ്രകൃതിവാദികളുടെ കുടുംബത്തിൽ അംഗമായി പിറന്ന അയാൾ വിജ്ഞാനത്തിന്റെ പരമലക്ഷ്യമായ അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നില്ല എന്നതൊരു സത്യമാണ്. അത്തരം കാര്യങ്ങൾ ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങള് അള്ളാഹു എന്ന ലക്ഷ്യത്തിൽ ജ്ഞാനത്തിന് വേണ്ടിയിട്ട് മഹാനവറുകൾ ഭൂമി മുഴുവൻ ചുറ്റി നടന്ന ആളാണ്. 25 ആണ്ടോളം ചുറ്റി നടന്നവർ ഇരിയെന്ന് കേട്ട് ഏകൽ ഇരുന്നോവർ എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ആ വരികൾ പോലും മഹാനവറുകൾ സഞ്ചാരിയായി കഴിഞ്ഞുകൂടി അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടി. ആ സഞ്ചാരത്തിൽ മനസാക്ഷി ഓർമ്മപ്പെടുത്തി ഇനി ആ സഞ്ചാരം നിർത്തണം എന്ന്. അത്രത്തോളം അള്ളാഹുവിനെ തേടി
മഹാനവറുകൾ നടന്ന ആ യാത്രകൾ ഭൂമിയെ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പ്രഖ്യാപിക്കാൻ, ഭൂമി ഒരു ഉണ്ട പോൽ എൻ കയ്യിൽ എന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുവട് എന്നോവർ. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി 12-ാം നൂറ്റാണ്ടിൽ മഹാനവറുകൾ ലോകത്ത് ഇത്തരത്തിലുള്ള ജ്ഞാനത്തിന്റെ വിപ്ലവങ്ങൾ തീർത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വേണം ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കണം. ഇൽമുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കണം. മരിക്കുന്നവരെ മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്, ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കണം. വയസ്അലൂനക അൻദിൽ ഖർനൈൻ ഖുൽ സഅത്ലൂ അലൈക്കും മിൻഹു ദിക്റാ. ഖുർആൻ പറയുന്നുണ്ട് ഒരു മഹാനെ കുറിച്ച്. സഞ്ചാരിയായിരുന്നു, അള്ളാഹുവിനെ തേടിപ്പോയ മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ദുൽഖർനൈൻ 2 കർണിന്റെ ഉടമ, 2 ദിശകളുടെ ഉടമ. അദ്ദേഹം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അദ്ദേഹത്തിന്റെ സഞ്ചാരം കൊണ്ട് കീഴ്പ്പെടുത്തിയെന്ന സഞ്ചാരത്തിന്റെ ലക്ഷ്യം റബ്ബാണ്. അള്ളാഹുവിനെ ബോധ്യപ്പെടാനുള്ള യാത്രകൾ എത്ര നടത്തുന്നുണ്ട്, എവിടെയാ റബ്ബിനെ ബോധ്യപ്പെടാം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബാ ഹത്താ ഇദാ ബലഗ മഗ്രിബ അശ്ശംസി വജദഹാ തഗ്റുബു ഫീ ഐനിൻ ഹമിയത്തിൻ വവജദ ഇൻദഹാ ഖൗമാ ഖുൽനാ യാ ദൽ ഖർനൈൻ ഇമ്മാ ഔ തുഅദ്ദിബ വഇമ്മാ അൻ തത്തഖിദ ഫീഹിം ഹുസ്നാ. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ സഞ്ചാരങ്ങളിൽ ബഹുദൈവ ആരാധനയുടെ മൗഢ്യമായ ധാരണകളെ മുഴുവനും തച്ചു തകർത്ത് തൗഹീദ് പറയലായിരുന്നുവെന്ന് ഖുർആൻ. അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു ഒരു വലിയ ചർച്ച തന്നെ സമൂഹത്തിൽ നിലനിർത്തിയെന്ന് ഖുർആൻ. മഹാനവറുകൾക്ക് ഭൂമിയിൽ സഞ്ചാരത്തിന് അല്ലാഹു എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ കൊടുത്തു എന്ന് ഖുർആൻ. മഹാനവറുകൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സഞ്ചരിച്ചു. അല്ലാഹുവിനെ ബോധ്യപ്പെടണമല്ലോ. ഞാൻ അവസാനിപ്പിക്കുന്നു. ദുൽഖർനൈൻ ചക്രവർത്തി അങ്ങ് സഞ്ചരിച്ചു. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. മഹാനായ ഇമാം സാവി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ജ്ഞാനിയായിരുന്നു ദുൽഖർനൈൻ. അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നത്തെ ഇൽമു കൊണ്ട് അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഈ ഭൂമിയെ സഞ്ചരിക്കാൻ വേണ്ടി അതിന്റെ ഒരു ചെറിയ രൂപത്തെ ആ കാലഘട്ടത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്തു, ഒരു ഗ്ലോബ് പോലെ. എന്നിട്ടും ആ ഭൂമിയുടെ മുകളിലെ സഞ്ചാര പഥങ്ങളെ അദ്ദേഹം ധ്രുവങ്ങളായും ധ്രുവ പ്രദേശങ്ങളായും അല്ലാതെയുമൊക്കെയായി അദ്ദേഹം അതിനെ ഭാഗിച്ചെടുത്തു. ഒരു ഭൂമധ്യരേഖയെ ഭൂമിക്ക് വേണ്ടി ആദ്യം സമ്മാനിച്ചു. ആ രേഖകളുടെ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി സഞ്ചാരങ്ങളെ ശാസ്ത്രീയമായി കൊണ്ടുവന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, മഹാനവറുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഭൂമിയുടെ ജോഗ്രഫിക്കലും ആസ്ട്രോണമിക്കലുമായ സംഭാവനകളിൽ ഏറ്റവും നിറഞ്ഞു നിന്ന സാന്നിധ്യമാണ് മഹാനായ ദുൽഖർനൈൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ കാലഘട്ടക്കാരനാണ്. ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനങ്ങളുടെ പരിജ്ഞാന മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ നൈപുണ്യം നേടിയത് ഒരു പ്രവാചകനാകണം എന്നത് ഒരു നുബുവത്തിന്റെ നിബന്ധന പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തിയെ പോലെയുള്ളവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ കഅബയുടെ സ്ഥാന നിർണയം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തതാണ്. ആ കാലഘട്ടത്തിൽ അതുപോലെയുള്ള ആളുകളുടെ ഇടയിൽ ആ കാലഘട്ടത്തിലെ പ്രവാചകൻ ഏറ്റവും മികച്ചു നിന്നു. അതൊരു ലോക നിയമമാണ്, അത് നുബുവത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ദുൽഖർനൈൻ ചക്രവർത്തി. ആരായിരുന്നു ദുൽഖർനൈൻ? അറിവ് കൊണ്ട് അമ്മാനമാടി എന്ന് പറയുന്നത്. വഅതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രശ്നവും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നാൽ ജ്ഞാനം കൊണ്ട് അദ്ദേഹം പരിഹരിക്കുന്നു. അതാണ് സബബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം കൊണ്ട് അദ്ദേഹം പരിഹരിച്ചു. അദ്ദേഹം വലിയൊരു യാത്രക്കാരനായിരുന്നു. യാത്ര കൊണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന അറിവുകളാണ്. യാത്രയിലൂടെ ഇത്രയും അറിവ് കിട്ടാം. യാത്രയുടെ അനുഭവം തന്നെ ഒരു വലിയ അറിവാണ്.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. യാത്ര ചെയ്യാനാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. നിങ്ങൾ യാത്ര ചെയ്യൂ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. നിങ്ങൾ യാത്ര ചെയ്യൂ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എപ്പോഴും അഴുക്കുകൾ വരാം. വെള്ളം ഒഴുകണം. ജീവിതം യാത്രയിലാവണം. യാത്ര തന്നെയായിരുന്നു മഹാന്മാരായ അമ്പിയാക്കൾ. അവർക്ക് ഹിജ്റ നിർബന്ധമായിരുന്നല്ലോ. റഹലാത്ത് ഇബ്രാഹിം, ചരിത്രത്തിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അങ്ങനെ, ഇബ്രാഹിം സഞ്ചരിച്ച വഴികൾ അലൈഹിമുസ്സലാം. ആലോചിച്ച് നോക്കണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുമായി ധാരാളം യാത്രകൾ പോയിട്ടുണ്ട്. മറ്റുള്ള പ്രവാചകന്മാരെ പോലെ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കിയ യാത്ര മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇല്ല. പക്ഷെ സ്വഹാബികൾ സഞ്ചാരികളായിരുന്നു. ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കിയ യാത്രയായിരുന്നു സയ്യിദന മൂസ അലൈഹിസ്സലാമിന്റെ യാത്ര. ഏഷ്യയും ആഫ്രിക്കയും കീഴടക്കിയ ഒരു വലിയ യാത്രക്കാരനായിരുന്നു സയ്യിദന ഇബ്രാഹിം, സയ്യിദന യഅഖൂബ്, സയ്യിദന യൂസുഫ് നബി, സയ്യിദന ഇസ്ഹാഖ് നബി അലൈഹിമുസ്സലാത്തു വസ്സലാം. മഹാനായ ഈസ അലൈഹിസ്സലാം യാത്രക്കാരനായിരുന്നു. എല്ലാവരും യാത്ര ചെയ്തു. സയ്യിദന ആദം അലൈഹിസ്സലാം 40 ഹജ്ജ് ഇന്ത്യയിൽ നിന്ന് തന്നെ നടന്ന് പോയി നിർവഹിച്ചു എന്ന് സൈനുദ്ദീൻ മഖ്ദൂം അവിടുത്തെ ഫത്ഹുൽ മുഈനിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ധാരാളം ഫിഖഹിന്റെ കിതാബിലുണ്ട്. യാത്രയായിരുന്നു. സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാം 90 ഹജ്ജ് ചെയ്തു. യാത്രയായിരുന്നു. എവിടെയാ മഹാനവറുകൾ സുജൂദ് ചെയ്യാത്തത്? ഈ ഭൂമി മുഴുവനും ആ സുജൂദ് കൊണ്ട് നിറഞ്ഞു. ഞാൻ ചുരുക്കി പറയട്ടെ, യാത്രകൾ മുഴുവനും ഹലാലാക്കാൻ ശ്രമിക്കാം. ഒരുപാട് യാത്രകളുണ്ട്. ഓരോ സ്റ്റേറ്റുകളിലേക്ക് പോവാ, ഇന്ത്യക്ക് പുറത്തു പോവാ, ഒരുപാട് യാത്രകൾ, യഥേഷ്ടം അതിനുള്ള സൗകര്യങ്ങളും താല്പര്യങ്ങളും ആ ഒരു ശ്രമങ്ങളിലുമായി മനുഷ്യർ കഴിയുന്നിടത്താ നമ്മളും ആ ചുറ്റുപാടിൽ തന്നെയൊക്കെയാണ്. പക്ഷെ യാത്രകൾ അള്ളാഹുവിന്റെ മാർഗത്തിലാക്കിയാൽ വലിയ ഇബാദത്ത്. അതെ, ഈ യാത്ര കേട്ടോളൂ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെട്ടു മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ബോധ്യപ്പെട്ടു. മഹാനവറുകൾ അങ്ങനെ സഞ്ചരിച്ചു, ഭൂമിയുടെ അതിര് കടന്നു. അങ്ങനെ പറഞ്ഞു, ഭൂമിയുടെ അതിര് കടന്ന് മഹാനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൂമിയുടെ അതിര് കടന്നു ദുൽഖർനൈൻ, അശ്റഫ ദുൽഖർനൈൻ അലാ ജബൽ ഖാഫ്. സൂറത്ത് ഖാഫിന്റെ വ്യാഖ്യാനത്തിലായി ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നത്, ഇമാം സാവി രേഖപ്പെടുത്തുന്നത്, ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് ഖാഫ്, സൂറത്ത് ഖാഫ്. നമ്മളൊക്കെ സുപരിചിതമായി കേട്ടിട്ടുള്ള ഖാഫ് മല. അതേക്കുറിച്ച് ആർക്കും അങ്ങനെ വലിയൊരു ചരിത്രപരമായ ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഖാഫ് മല, അങ്ങനെ ഒരു മല ഉണ്ടോ? മക്കത്തോ മദീനത്തോ പോയി നോക്കി ആ മല കണ്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഖാഫ് മല എവിടെയാന്ന് ചോദിക്കുന്നവരുണ്ട്. ഭൂമിയുടെ അതിര് കഴിയുമ്പോഴാ ഖാഫ് മല.